നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂയോർക്കിൽ ഇന്ത്യ ചരിത്രമാണ് കുറിച്ചത്. 119 റൺസ് എന്നുള്ളത് ഡിഫെൻഡ് ചെയ്തു. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഡിഫെൻഡ് ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന സ്കോറാണത്. അത് എങ്ങനെയാണ് നായകൻ രോഹിത് ശർമ്മ സാധിച്ചെടുത്തത്? നമ്മളിപ്പോൾ പല വീഡിയോകളിലായിട്ട് ഋഷഭ് പന്തിൻ്റെ പ്രകടനം, ജസ്പ്രീത് ബുംറയുടെ പ്രകടനം ഒക്കെ വിശകലനം ചെയ്യുകയുണ്ടായി. ഇനി നായകൻ രോഹിത് ശർമ്മ എങ്ങനെയാണ് ഈ ഒരു ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്തെടുത്തത്, അതൊന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ പിച്ച് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതായിരുന്നല്ലോ. മഴയുണ്ടാകും, ഷവറിന് സാധ്യതയുണ്ട്, മോർണിംഗിൽ ഷവറിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ വീഡിയോ പ്രിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ട് വേണം പ്ലാൻ നടപ്പാക്കാൻ. ഇന്ത്യയുടെ ബാറ്റിംഗ് ആണെങ്കിൽ 119 കൊളാപ്സ്ഡ് ആവുകയും ചെയ്തു, ഓൾ ഔട്ടായിപ്പോയി. അവിടെ നിന്ന് വിജയിക്കുമെന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ നിൽക്കവേ അവരെ ആ വിജയ സോപാനത്തിൽ നിന്ന് പിടിച്ച് താഴെ ഇടണമെങ്കിൽ മികച്ചൊരു നായകനുണ്ടാവണം. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ ടൂൾസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയാവുന്ന ഒരാളുണ്ടാവണം. ഇന്ത്യക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അതാണ് ഇന്ത്യയുടെ വിജയം, രോഹിത് ശർമ്മ. നോക്കുക, അദ്ദേഹം പറഞ്ഞല്ലോ കളി കഴിഞ്ഞിട്ട്, പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഒരു പകുതിയൊക്കെ ആകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന ഘട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ ബാറ്റിംഗ് കൊളാപ്സ് ചെയ്യാമെങ്കിൽ, തകരാമെങ്കിൽ അവരും തകരും. അതായത് തൻ്റെ സഹതാരങ്ങൾക്ക് അദ്ദേഹം ആ ഒരു ആവേശം പകർന്നു കൊടുക്കുകയാണ്, ഉത്തേജനം പകർന്നു കൊടുക്കുകയാണ്. പിന്നെ തൻ്റെ വെപ്പൺസ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ജസ്പ്രീത് ബുംറയെ ആദ്യ ഓവർ ഏൽപ്പിക്കാത്തതിനെക്കുറിച്ച് കമൻറ്റേറ്റേഴ്സ് പോലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും മികച്ച ബൗളർക്ക് ന്യൂ ബോൾ കൊടുക്കുക, അത് ചെയ്യുന്നില്ല. 3ാമത്തെ ഓവറിലാണല്ലോ ബുംറ വന്നത്. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് മത്സരത്തിൻ്റെ 10-14 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, ബുംറയാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് വ്യക്തമായ ധാരണയുള്ള രോഹിത് ശർമ്മ അദ്ദേഹത്തെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനിടയ്ക്കുള്ള ഘട്ടങ്ങളിൽ എതിരാളികളുടെ റണ്ണൊഴുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നിർത്തണം. അവരടിച്ചു പോയാൽ പിന്നെ കഴിഞ്ഞു. കാരണം ആകെ 119 റൺസുള്ള റണ്ണ ബോൾ കളിച്ചാൽ പോലും അവർക്ക് വിജയിക്കാം. അതിലേക്ക് അവരെ എത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ ഫീൽഡ് സെറ്റ് ചെയ്തു. അതനുസരിച്ച് തൻ്റെ ബൗളർമാരെ പന്തെറിയിച്ചു. അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുത്തു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊക്കെ ചെയ്ത് നായകൻ രോഹിത് ശർമ്മ ആ മത്സരം പിടിച്ചെടുക്കുകയായിരുന്നു. മികച്ചൊരു നേതൃത്വം ആവശ്യമുള്ള ഘട്ടങ്ങളാണ് ചെറിയ സ്കോറുകൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് രോഹിത് തൻ്റെ മികവ് കാണിച്ചത്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തു നോക്കിയാൽ ഈ കളിയിൽ ഇന്ത്യ ആകെ അടിച്ച 119 റൺസ്, അത് ഋഷഭ് പന്തിൻ്റെ 42 റൺസ്, അത് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ പാകിസ്ഥാന് 7 വിക്കറ്റ് നഷ്ടത്തിൽ, അവർ ഓൾ ഔട്ടായിട്ടില്ല, 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 എത്താൻ പറ്റിയുള്ളൂ. അവിടെയാണ് ഇന്ത്യയുടെ ആ ഒരു മികവ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ബുംറയെ ഉപയോഗപ്പെടുത്തിയ രീതിയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യ ഓവർ അദ്ദേഹത്തിന് കൊടുത്തില്ല, പക്ഷേ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പന്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ടീമിന് ആവശ്യമുള്ള രൂപത്തിൽ പന്തെറിയിക്കാൻ രോഹിത്തിന് കഴിഞ്ഞു. ബുംറയുടെ മികവ് നമ്മൾ എന്തായാലും എടുത്തു പറയണം. ഇപ്പോൾ 36 ബോളുകൾ ബാക്കിയുള്ളപ്പോൾ, അതായത് 6 ഓവർ ബാക്കിയുള്ളപ്പോൾ പാകിസ്ഥാൻ വിജയിക്കാൻ വേണ്ടിയിരുന്നത് 40 റൺസ് മാത്രമാണ്. 7 വിക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ബുംറയുടെ ആ ഒരു മികവാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാംനെസ്, പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ ബൗൾ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കാംനെസ്, അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സ്കില്ല്, അതെല്ലാം നമ്മൾ ന്യൂയോർക്കിൽ വളരെ കൃത്യമായിട്ട് കണ്ടു. മുഹമ്മദ് റിസ്വാൻ ആ ഒരു ഫുൾ ലെങ്ത് ബോൾ അദ്ദേഹം ക്രോസ് ബാറ്റ് ഷോട്ടിന് പോയി അടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിച്ചെങ്കിൽ അതിൻ്റെ പ്രൈസായിട്ട് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റാണ്. ആ വിക്കറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നത്. ബുംറ അവരുടെ ആ ഒരു കോട്ട വേധിച്ച് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. അതുവഴി ഇന്ത്യൻ ടീം ഒന്നടങ്കം കയറി പോവുകയായിരുന്നു. ബുംറയുടെ ആ ഒരു സെലിബ്രേഷൻ, ആർത്ത് വിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ, അവിടെ കൂടിയിരുന്ന ആരാധകർ ഒക്കെയും അതോടൊപ്പം തന്നെ റോർ ചെയ്തു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ദെൻ റിസ്വാൻ്റെ വിക്കറ്റ് വീണു.
മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റിസ്വാൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. റിസ്വാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വിജയിച്ചേനെ. 44 പന്തിൽ നിന്ന് 31 റൺസുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. ആക്സലറേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അവിടെ തന്നെ ബൂമ്രയെ കൊണ്ടുവന്നു, വിക്കറ്റ് വീഴ്ത്തുന്നു. നേരത്തെ ബാബർ അസമിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇതേ ബൂമ്ര, കഴിഞ്ഞില്ല. അവരുടെ ലോവർ ഓർഡറിൽ വിക്കറ്റിന് കപ്പാസിറ്റിയുള്ള ഇഫ്തിഖർ അഹമ്മദിനെയും പറഞ്ഞു വിട്ടു ജസ്പ്രീത് ബൂമ്ര. നോക്കുക, ഇവിടെ 19ാമത്തെ ഓവറിലാണ് അവർ വിക്കറ്റ് എടുക്കുന്നത്. ആ 3ാമത്തെ ഓവർ കൊടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 24 പന്തുകൾ, ഈ 3ാമത്തെ ഓവറിലാണ് അദ്ദേഹം എറിഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ 24 പന്തുകളിൽ 15 പന്തുകളും ഡോട്ട് ബോളുകളായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൂമ്രയാണ് ആ ഒരു ചരിത്രം കുറിക്കാൻ ഇന്ത്യയെ ഏറ്റവും അധികം സഹായിച്ചത്. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി നായകൻ രോഹിത് ശർമ്മ എന്ന് പറയണം. പിന്നെ ബാക്കിയുള്ളവർ ശരിക്കും അവിടെ ഒരു സപ്പോർട്ട് ആക്റ്റാണ് ചെയ്തത്. സപ്പോർട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ബൂമ്ര നമ്മൾ പറഞ്ഞല്ലോ 3ാമത്തെ ഓവറിൽ വന്നിട്ട് പിന്നെ 15ാമത്തെ ഓവറിലാണ് അദ്ദേഹം വരുന്നത്. അതിനിടയ്ക്ക് ബാക്കിയുള്ളവർ ആ പ്രഷർ കൃത്യമായിട്ട് അവിടെ നിലനിർത്തുന്നുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ഷോർട്ട് ഓഫ് എ ലെങ്ത് പന്തുകൾ എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഫക്കർ സമനെ പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഷദബ് കഴിഞ്ഞ കളിയിൽ പാകിസ്ഥാന് വേണ്ടി നന്നായിട്ട് ബാറ്റ് ചെയ്തയാളാണ്, അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടു. സോ നന്നായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന 2 താരങ്ങൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ സപ്പോർട്ട് റോള് ഭംഗിയാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർദിക്കിനെ പോലുള്ള ഒരാൾ മുംബൈ ഇന്ത്യൻസിലെ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ടും അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുത്തു, അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചു, വേണ്ട ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു രോഹിത് ശർമ്മ. പിന്നെ അക്സർ പട്ടേൽ തീർച്ചയായിട്ടും അൺസങ് ഹീറോ എന്ന് പറയണം. അദ്ദേഹം നമ്പർ 4 ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് 20 റൺസ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഡെത്ത് ഓവറുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓവറിലൂടെയാണ്. അവിടെ അദ്ദേഹം വെറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ബൗൾ ചെയ്തു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാദ് വസീമാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. അപ്പോൾ എന്നിട്ട് പോലും നല്ല രൂപത്തിൽ പന്തെറിഞ്ഞ് റണ്ണ് വിട്ടുകൊടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത ആ ഒരു LBWയിലൂടെ എടുത്തിട്ടുള്ള വിക്കറ്റ്, അതും ഇന്ത്യക്ക്, ഉസ്മാൻ ഖാനെ പറഞ്ഞു വിട്ടത്, അതും ഇന്ത്യക്ക് ഏറെ ഗുണകരമായിട്ട് മാറി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അക്സറിൻ്റെ ആ ഒരു മികവും എടുത്തു പറയണം. അദ്ദേഹത്തെയും വേണ്ട വിധത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉപയോഗപ്പെടുത്തുന്ന ക്യാപ്റ്റനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഋഷഭ് പന്തിനെ കുറിച്ച് കളിക്ക് മുമ്പ് തന്നെ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് എല്ലാ ഫോർമാറ്റുകളിലും ഋഷഭ് എന്ന്. പരിക്കിൽ നിന്ന് മുക്തനായി താരം തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തു രോഹിത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇന്നലത്തെ കളിയിൽ ശരിക്കും നല്ല ലെഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. ലെക്കില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ 40 റൺസ് വരില്ല, അത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ലക്ക് എന്ന് പറഞ്ഞ ഭാഗ്യം എന്ന് പറയുന്നത് ധീരന്മാർക്കൊപ്പമാണ് നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് പന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പന്തിൻ്റെ കളി കളിച്ചു, അങ്ങനെയാണ് ആ ഒരു റിസൾട്ട് ആ ഒരു റണ്ണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്ന് തന്നെ പറയണം. ചുരുക്കത്തിൽ രോഹിത് തൻ്റെ സഹതാരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി. അത് ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് തന്നെയാണിത്. വേണ്ട വിധത്തിൽ അദ്ദേഹം ഫീൽഡ് ഒരുക്കി, വേണ്ട വിധത്തിൽ അദ്ദേഹം ബൗളിംഗ് ചേഞ്ചസ് നടത്തി. അദ്ദേഹം കൊടുത്ത കോൺഫിഡൻസ് ഉപയോഗപ്പെടുത്താൻ ഋഷഭ് പന്തിനും ഹാർദിക് പാണ്ഡ്യക്കും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ടീം ഇന്ത്യയുടെ വിജയം. പിന്നെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് നമ്മുടെ ജസ്പ്രീത് ബൂമ്രയുടേത്. അത് ഇപ്പം കളി കഴിഞ്ഞിട്ട് രോഹിത് തന്നെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ബൂമ്ര ഏത് തരത്തിലുള്ള പ്ലെയറാണ്, ജീനിയസ് ബൗളറാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് രോഹിത് കളിക്ക് ശേഷം പറഞ്ഞതെന്ന്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ബാറ്റ് കൊണ്ട് അത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഒരു ഹാഫ് വേ ഒക്കെ ആകുമ്പോൾ, അതായത് 10 ഓവറൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ നല്ല പൊസിഷനിലേക്ക് എത്തേണ്ടതായിരുന്നു. ബട്ട് ഒരു 15-20 റൺസ് ഷോട്ടിലാണ് ഞങ്ങൾ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. എല്ലാ റണ്ണുകളും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞങ്ങളൊരു 140 റൺസാണ് ലക്ഷ്യം വെച്ചത്. ബട്ട് അതിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും മികച്ച രൂപത്തിൽ ബൗളർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അയർലൻഡിനെതിരെ കളിച്ച വിക്കറ്റിനേക്കാൾ മികച്ചൊരു വിക്കറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പം നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു രൂപത്തിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളുണ്ടായത്. പൊരുതി നേടുക എന്നുള്ളത് എല്ലാവരും
കളിക്കളത്തിൽ പ്രാവർത്തികമാക്കി ആ ആറ്റിറ്റ്യൂഡിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 119 മാത്രമാണ് ഞങ്ങൾക്ക് ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കണമെങ്കിൽ വിക്കറ്റുകൾ നേടണമായിരുന്നു. അതിന് പക്ഷേ അത്രത്തോളം കഴിഞ്ഞില്ല. പക്ഷേ ഒരു ഹാഫ് വേ സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു കൊളാപ്സ് സംഭവിക്കാമെങ്കിൽ അവർക്കും സംഭവിക്കാം. അങ്ങനെ എല്ലാവരുടെയും ലിറ്റിൽ കോൺട്രിബ്യൂഷൻസ് വന്നപ്പോൾ കാര്യങ്ങളിൽ വ്യത്യാസം വന്നു. ബോൾ എടുത്തവരൊക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കി. ബൂംറ തീർച്ചയായിട്ടും സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് എന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കാനില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഏത് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിനുള്ളതെന്നും അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അദ്ദേഹം ഒരു ജീനിയസ് ആണ്. ബോൾ കൊണ്ട് ജസ്പ്രീത് ബൂംറ ഒരു ജീനിയസ് ആണ്. പിന്നെ ഇവിടെ തിങ്ങിക്കൂടിയ ക്രൗഡിന് ഞാൻ നന്ദി പറയുകയാണ്. അവരൊരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടാവില്ല. വേൾഡ് കപ്പിൽ ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ടിന് വലിയ നന്ദി പറയുന്നു. അവരൊക്കെ മുഖത്തൊരു ചിരിയുമായിട്ടായിരിക്കും വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കുക. ജസ്റ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ടൂർണമെൻറ്റ്, വി ഹാവ് എ ലോങ് വേ ടു ഗോ എന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത്. കൃത്യമായ പ്ലാനുകളോടുകൂടി തൻ്റെ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ലീഡർ ഉണ്ടെങ്കിൽ ഏത് ചെറിയ ടോട്ടലും ഡിഫെൻഡ് ചെയ്യാം, ഏത് വലിയ ടാർഗറ്റും ചേസ് ചെയ്തെടുക്കാനും പറ്റും. ടീം ഇന്ത്യക്ക് അത്തരത്തിലുള്ളൊരു നായകനുണ്ട്. ബാക്കി കാര്യങ്ങൾ വരുന്ന മത്സരങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.